നമസ്കാരം എല്ലാ മാന്യ കൗമുദി TV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെ ആശംസകൾ. അപ്പോൾ നമ്മുടെ യേശുനാഥൻ്റെ തിരുപ്പിറവിയുടെ ആചരണമാണ്, ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു ക്രിസ്മസ് സമ്മാനമായിരിക്കുമല്ലോ ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമ്മാനം തന്നെയാണ്, മറ്റാരുമല്ല, സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപയുടെ ആർച്ച് ബിഷപ്പ്, വാഗ്മിയും മനഃശാസ്ത്ര പണ്ഡിതനും നമ്മളേറെ സ്നേഹിക്കുന്ന അത്യഭിമന്യ മാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവേ നമസ്കാരം, സ്വാഗതം ഞങ്ങളുടെ ഈ കൗമുദി TVയുടെ ഈ അഭിമുഖ പരിപാടിയൊക്കെ. ക്രിസ്മസ് ഞങ്ങളുടെ സമ്മാനമാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനമാണ് പിതാവ്. ആദ്യം തന്നെ എല്ലാവിധ ക്രിസ്മസിൻ്റെ ആശംസകളും. താങ്ക് യു. പിതാവിൻ്റെ സംബന്ധിച്ചോളം ഈ ക്രിസ്മസ് ഏറെ മധുരതരമാണ്, കൂടുതൽ പ്രാർത്ഥനയിൽ കൂടുതൽ ഊന്നിയുള്ളൊരു ക്രിസ്മസാണ്. പിതാവ് ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. പിതാവ് ഈ ക്രിസ്മസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പറഞ്ഞതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഓരോ ക്രിസ്മസും നമുക്ക് സന്തോഷകരമാണ്. കാരണം ക്രിസ്മസ് ഒത്തിരി പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും എല്ലാ അനുഭവങ്ങളാണല്ലോ നമ്മളിൽ നിറയ്ക്കുക. അപ്പോൾ ഈ ക്രിസ്മസിന് കൂടുതൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം ഞാനെപ്പോഴും എൻ്റെ ഒരു തിരഞ്ഞെടുപ്പിനെയും ആ രീതിയിലാണ് കാണുന്നത്. നമ്മൾ കൂടുതൽ പുണ്യം ചെയ്തിട്ടോ കൂടുതൽ യോഗ്യനായിട്ടോ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതല്ലല്ലോ. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നതിലും കൂടുതൽ ദൈവം നമ്മളെ അങ്ങ് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചുകൂടെ ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവം കണ്ടിട്ട് നമ്മളെ അങ്ങ് തിരഞ്ഞെടുക്കുന്ന, അല്ലാതെ സ്നേഹിച്ചിട്ട് കിട്ടുന്ന സമ്മാനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിന് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം, തമ്പുരാനെ കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു തീരുമാനം, അത് ഇനിയുള്ള വർഷങ്ങളിലുമെല്ലാം ആ ഒരു സാക്ഷ്യം ലോകത്തിന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ക്രിസ്മസ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശ ഭാരതത്തെ സംബന്ധിച്ചുള്ള, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമാകുന്നതാണ്. നമ്മൾ ഓണത്തിൻ്റെ ഭാഗമാകാറുണ്ട്, നമ്മൾ അതുപോലെ വിഷുവിൻ്റെ ഭാഗമാകാറുണ്ട്, ബലിപ്പെരുന്നാളിൻ്റെ ഭാഗമാകാറുണ്ട്. എല്ലാവർക്കും ഇപ്പോഴൊക്കെയാണ് കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു വിദ്വേഷ മനോഭാവത്തിൽ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്രിസ്മസ് ആകട്ടെ, ഇപ്പം ക്രിസ്മസിൻ്റെ ഈ സമയം എപ്പോഴും ഞാൻ ചിന്തിക്കും, യേശുനാഥൻ പിറക്കുന്ന എല്ലാ വർഷവും അവസാനമാണല്ലോ. അപ്പോൾ അതൊരു പുതിയ വർഷത്തിലേക്കുള്ള നമ്മുടെ ഒരു കാൽവെപ്പിന് വലിയൊരു വിചിന്തനം ചെയ്യാനുള്ളൊരു സമയമാണ്. അതോടൊപ്പം തന്നെ ഈ സമയത്താണ് മണ്ഡലകാലവും, ശബരിമലയിലെ മണ്ഡലകാലവും, വ്രതമൊക്കെ ഏറ്റെടുത്ത ആളുകൾ അയ്യപ്പനെ കണ്ട് തിരിച്ചിറങ്ങി അവിടെ മനസ്സിന് വളരെ വിചിന്തനം നൽകുന്ന, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പിതാവേ, പലപ്പോഴും നമ്മുടെ ഇടയിൽ ഈ വിശ്വാസത്തെ യുക്തി കൊണ്ട് അളക്കാറുണ്ട്. പിതാവിന് അതിനോടുള്ളൊരു സമീപനം എന്താണ്? ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ദൈവകേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു. എല്ലാം ദൈവം എന്ത് പറയുന്നു, അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യരെന്ത് പറയുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതിനകത്ത് നന്മയും തിന്മയും ഉണ്ടായിട്ടുണ്ട്, ചൂഷണം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ. പിന്നെ ശാസ്ത്രം വളർന്നു, ചിന്തകൾ മാറി, അതോടുകൂടി മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് മാറുകയാണ് നമ്മുടെ സമൂഹം. ഇപ്പോൾ പിന്നെ അതിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയെന്ന് തോന്നി. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ എന്ത് കേന്ദ്രീകൃതമാണെന്നുള്ളത് നമ്മൾ ഇനിയും നിർവചിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ദൈവ കേന്ദ്രീകൃതമായ ഒരു ചിന്തയിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായപ്പോൾ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്തതൊന്നും അവന് സ്വീകാര്യമല്ല എന്നുള്ളൊരു തലത്തിലേക്ക് വന്നു. മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്ക് നിരക്കാത്തതൊന്നും അവന് ഇതല്ല. എനിക്കിഷ്ടമില്ല പ്രാർത്ഥിക്കാൻ, എനിക്കിഷ്ടമില്ല അത്ര തന്നെ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നീ എന്തുകൊണ്ടാണ് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തത്? എനിക്കിഷ്ടമില്ല അത്ര തന്നെ. നീ എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഇതാണ് എനിക്കിഷ്ടം. അപ്പം എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ യുക്തിയും ഇതെല്ലാം ഒരു മൊണോപ്പൊളിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അത് നമ്മുടെ യുക്തിപരമായ, അപ്പോൾ പലരും പറയുന്നത് മതം അതിനകത്ത് കാര്യമൊന്നുമില്ല, അതെല്ലാം യുക്തിക്ക് നിരക്കുന്നതല്ല, അതെല്ലാം മണ്ടത്തരമാണ്, ഇത് കുറച്ച് പുരോഹിതന്മാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു നാരറ്റീവാണ്, നമ്മളെ എപ്പോഴും കീഴ്പ്പെടുത്താനുള്ളൊരു നാരറ്റീവാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, മനുഷ്യൻ ഒരിക്കലും മാനുഷികമായ രീതിയിൽ സംതൃപ്തനല്ല എന്നുള്ളതാണ് അവസ്ഥ. നമ്മളിൽ എല്ലാവരിലും ദൈവികമായ ഒരു ഭാവമുണ്ട്. അത് കണ്ടെത്തുന്നോടം വരെ അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ അഗസ്തീനോസൊക്കെ പറഞ്ഞത്, ദൈവമേ നിന്നിലെത്തുന്നത് വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. സത്യമാണ്. നമ്മൾ ആരെങ്കിലും ഈ മാനുഷികമായ അവസ്ഥയിൽ സംതൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മളെല്ലാവരും എന്തിനോ ഒക്കെ വേണ്ടി വീണ്ടും 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 തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രണയമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരാൾ പ്രണയിക്കുന്നയാളെ സ്വന്തമാക്കി കഴിയുമ്പോൾ വീണ്ടും അയാൾ മറ്റെന്തൊക്കെയോ തേടുകയാണ്. അപ്പോൾ ഈ തേടുന്നത് ഇത് ദൈവത്തിലെത്താതെ ഈ ഒരു യാത്ര തീരില്ല. അത് മാനുഷികമായ ഒരു യുക്തിക്ക് നിരക്കുന്നതുമല്ല. ഞാനെപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ചോദ്യം ചോദിക്കുക, അവരോട് പറയാറുണ്ട്, മക്കളെ, ശാസ്ത്രത്തിൻ്റെ യുക്തി കൊണ്ട് വിശ്വാസത്തിൻ്റെ യുക്തിയെ നീ അളക്കരുത്. വിശ്വാസത്തിന് യുക്തിയുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നു. അത് ചിലപ്പോൾ ദുരന്തങ്ങളാവാം. ചിലപ്പോൾ ആ ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ എന്നെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതിനും ഒരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടാകുന്നു. അതും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതിനൊരു സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു യുക്തി. നമുക്ക് നിർവചിക്കാനാവാത്ത, നമുക്ക് മനസ്സിലാക്കാനാവാത്ത കാര്യങ്ങളെ മനസ്സിലാക്കാൻ ദൈവവും ദൈവത്തിൻ്റെ പദ്ധതിയുമെല്ലാം എന്നെ സഹായിക്കുകയാണ്. പക്ഷേ അത് ശാസ്ത്രത്തിൻ്റെ യുക്തിയല്ല. ശാസ്ത്രത്തിൻ്റെ യുക്തി മറ്റൊന്നാണ്. അത് തെളിവുകൾ സഹിതം അനലൈസ് ചെയ്ത് കണ്ടെത്തേണ്ട ഒന്നാണ്. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ യുക്തി അനുസരിച്ച് ചിന്തിച്ചിട്ട് ദൈവത്തെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞില്ല. പണ്ടാരോ പറഞ്ഞ പോലെ ചന്ദ്രനി ഞാൻ പോയപ്പം ദൈവത്തെ കണ്ടെത്തിയില്ല. ചന്ദ്രനി പോയി ദൈവത്തെ കണ്ടെത്താൻ നിന്നോടാര് പറഞ്ഞു? നീ ദൈവത്തെ തേടേണ്ടത് നിൻ്റെ ഉള്ളിലല്ലേ. നീ വെറുതെ കഷ്ടപ്പെട്ട് എന്തിനാണ് ചന്ദ്രനി പോയി തേടുന്നത്? നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും ഇല്ലാത്ത ദൈവത്തെ നിനക്ക് ചന്ദ്രനി കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ്, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രത്തിൻ്റെ യുക്തി കൊണ്ട് വിശ്വാസത്തിൻ്റെ യുക്തിയെ അളക്കുമ്പോഴാണ് പ്രശ്നം. വിശ്വാസത്തിന് യുക്തിയുണ്ട്, പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യണം. അതുപോലെ തന്നെ മാനുഷികമായ ഒരു ബുദ്ധിയിൽ ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത് മഹാമണ്ഡത്തരമാണ്. അതും വിശുദ്ധ ആഗസ്തീനോസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കടൽ തീരത്തോട് നടക്കുമ്പോഴാണ് ഒരു കൊച്ചു പയ്യനെ കണ്ടു. അവൻ എന്നെ എടുക്കുകയാണ്. അവൻ തീരത്തിരുന്നൊരു കുഴിയുണ്ടാക്കി ഒരു കുഞ്ഞ് പാത്രം കൊണ്ട് വെള്ളം എടുത്ത് കുഴിക്കകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ അഗസ്തീനോസ് ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ മണ്ടത്തര കാണിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് എന്നാ? ഉടനെ അവൻ പറഞ്ഞു, ഞാൻ ഈ കടൽ വെള്ളം വറ്റിക്കുകയാണ്, വെള്ളം ഈ കുഴിക്കകത്തോട്ട് ഒഴിച്ച് വറ്റിക്കുകയാണ്. ഉടനെ പറഞ്ഞത് മണ്ടത്തരല്ലേ? ഉടനെ ഈ കുട്ടി പറയുകയാണ്, നീ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് അതിനേക്കാളും വലിയ മണ്ടത്തരമാണ്. കാരണം ദൈവികമായ യാഥാർത്ഥ്യങ്ങൾ നിൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ അപ്പുറത്താണ്. അതിനെ എൻ്റെ ബുദ്ധിക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു യുക്തിരാഹിത്യമുണ്ട്. അതാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് തോമാസ് ലീഹായോട് ഈശോ പറയുമ്പോഴും അവിടെയും മനസ്സിലാക്കുന്നത്. കണ്ടു മാത്രമല്ല നീ വിശ്വസിക്കേണ്ടത്, കാണാതെ വിശ്വസിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് വരുന്നു, കന്യക ഗർഭം ധരിച്ചു. ഇത് ഏത് മാനുഷിക യുക്തിക്കാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക? അവിടെ ദൈവികമായ ഇടപെടലുണ്ട്, ദൈവികമായ പ്രവർത്തനമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം തൻ്റെ മകനെ അയക്കുകയാണ്, കന്യകയിലൂടെ അയക്കുകയാണ്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് എനിക്ക് ഈശോ മിശിഹ എന്ന രക്ഷകനെ കണ്ടെത്താൻ സാധിക്കുന്നത്. പലപ്പോഴും ഈ യുക്തി കൊണ്ടാണ് അളക്കുന്നത്. അപ്പോൾ ഏതൊരു സന്ദർഭം വന്നാലും ഇത്തരത്തിലുള്ള യുക്തി കേന്ദ്രീകൃതമായ ചോദ്യങ്ങൾ വരാറുണ്ട്. സമൂഹമാണ്. അപ്പം പിതാവിനെ ഇതിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ സാങ്കേതികം എന്നുണ്ട് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ട് പല സങ്കീർണതകൾ നേരിടേണ്ടി വരുമെന്നും അറിയാം. തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ കുട്ടികളെ. നമ്മളെ ഈ നമ്മുടെ കാലം ചെയ്ത ബെനഡിക്റ്റ് 16 പാപ്പ, റാറ്റ്സിംഗർ പിതാവ്, അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ പ്രശസ്തമായൊരു പുസ്തകം എഴുതി. അതിൻ്റെ ആദ്യ നാളുകളിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് വിശ്വാസിക്ക് ചിലപ്പോൾ അവിശ്വാസം ഉണ്ടാവാം. ഇതൊക്കെ ശരിയാണോ എന്നൊരു ചിന്ത വിശ്വാസികൾക്കുണ്ടാവാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുപോലെ തന്നെ അവിശ്വാസികൾക്കും ചിലപ്പോൾ വിശ്വാസവും ഉണ്ടാവാം. ദൈവം ഇല്ല എന്ന് പറയുന്നവർ ചിലപ്പോൾ അമ്പലത്തിൽ പോയെന്നൊക്കെ നമ്മൾ പത്രത്തിൽ വാർത്ത കേൾക്കുന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ അവനൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഈ കാണുമോ, ദൈവം കാണുമോ, നമ്മളെ പിടിക്കുമോ, എന്തുവല്ലതും ചെയ്യുമോ എന്നുള്ളൊരു നമ്മുടെ വിശ്വാസം. അതാണ്. അപ്പോൾ വിശ്വാസിക്ക് അവിശ്വാസം ഉണ്ടാവാം, അവിശ്വാസിക്ക് ഇടയ്ക്ക് വിശ്വാസം ഉണ്ടാവാം. ഇതെല്ലാം മാനുഷികമായ അവസ്ഥകളാണ്. പൂർണ്ണമായിട്ട് 100% വിശ്വാസത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ കർത്താവേ, അല്ലേ? അതെ. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ക്രിസ്ത്യാനിറ്റി, ക്രൈസ്തവം, ക്രിസ്തീയത പലപ്പോഴും നമ്മളിപ്പം ജീവിക്കുന്നത് 142 ജനം ഉള്ള ഇന്ത്യയിൽ. ഇപ്പം ലോകത്ത് മുഴുവൻ 700 കഴിഞ്ഞ് 800 കടന്ന് കോടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഭൂരിഭാഗവും മെജോറിറ്റി നമ്മൾ ക്രിസ്തീയരാണ്. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് മറ്റ് ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കണം. പക്ഷേ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്താണ്?
അതുപോലെ ഈ ക്രിസ്മസ് ഒരു ക്രിസ്ത്യാനിയും ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു അക്രൈസ്തവരും എങ്ങനെ ആഘോഷിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ക്രിസ്ത്യാനിറ്റിയുടെ സാര സംഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവം മനുഷ്യന് ഒത്തിരി വില കൊടുക്കുകയാണ്. സ്വന്തം മകൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ച് ഈ മനുഷ്യനെ രക്ഷിക്കത്തക്ക രീതിയിൽ മനുഷ്യന് വില നൽകുന്ന ഒരു ദൈവം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സാരമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എനിക്ക് വിലയില്ലെന്നുള്ളതാണല്ലോ. എനിക്ക് അവർ വില തരുന്നില്ല, ഇവർ വില തരുന്നില്ല, എൻ്റെ വാക്കിന് വില തരുന്നില്ല. ഞാൻ ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് ലൈക്ക് കുറവായിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് വില തരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമം. എൻ്റെ ഭർത്താവ് എനിക്ക് വില തരുന്നില്ല, ഭാര്യ എനിക്ക് വില തരുന്നില്ല, പിള്ളേർ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഒരു വലിയ കൺസേൺ ആയിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക. അയ്യോ, അത് ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണ് എൻ്റെ ഈശോയെ? അത്രയും വില എനിക്ക് തരികയാണ്. ശരിക്കും ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം അതാണ്, മനുഷ്യൻ്റെ മഹത്വം. ദൈവം മനുഷ്യന് മഹത്വം നൽകുകയാണ്, അവനെ രക്ഷിക്കാനും മാത്രം മഹത്വം അവന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ വളർന്നത്. മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും ഒക്കെ ഉള്ളത് ക്രൈസ്തവ രാജ്യങ്ങളിലാണെന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഈ ബൈബിളാണ്, ക്രൈസ്തവ വിശ്വാസം. കാരണം ദൈവം മനുഷ്യന് വില കൊടുക്കുന്നു. അവൻ വഴി കിടന്ന് മരിക്കാനായിട്ട് സമ്മതിക്കുകയില്ല, അവന് കിടപ്പാടമില്ലാതെ ആകാൻ സാധിക്കുകയില്ല, അവനെ വെറുതെ യന്ത്രങ്ങളെപ്പോലെ പണിയെടുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പറ്റിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ വന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ദൈവം മനുഷ്യന് വില തരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നു, മനുഷ്യൻ്റെ ഏറ്റവും എളിയ അവസ്ഥയിൽ പുൽക്കൂട്ടിൽ വന്ന് പിറക്കുന്നു, പിന്നെ നമ്മുടെ എല്ലാ പാപങ്ങൾ ഏറ്റെടുത്ത് അവിടുന്ന് കുരിശിൽ യാഗമായി മരിക്കുന്നു. പിന്നെ നമ്മളെ ഈ കുരിശുമരണത്തിൻ്റെ ഫലങ്ങൾ ലോകാവസാനം വരെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഉദ്ധിതനായി അവിടുന്ന് സഭ സ്ഥാപിക്കുന്നു, സഭയിലൂടെ ഇന്നും ജീവിക്കുന്നു. അപ്പോൾ ഇതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ എല്ലാ അടിസ്ഥാനം ഞാൻ പറയും, ദൈവം മനുഷ്യന് വില കൊടുക്കുകയാണ്. ദൈവം വില കൊടുത്ത് നേടിയ ഒരു ജനതയാണ് നമ്മൾ എന്നുള്ളൊരു ബോധ്യം. അത് നമ്മളെ കുറച്ചുകൂടെ അഭിമാനമുള്ളവരാക്കി മാറ്റും, സന്തോഷമുള്ളവരാക്കി മാറ്റും. നമ്മുടെ ആ ഒരു സെൽഫ് എസ്റ്റീം തന്നെ ഒത്തിരി വർദ്ധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഈ വല്ലവരുടെയും പുറകെ നടക്കുകയില്ല, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുക, എന്നെ അത് ചെയ്യുക. കാരണം എനിക്ക് എന്നിൽ തന്നെ ഒരു വില കണ്ടെത്താനായിട്ട് സാധിക്കും, നല്ല അഭിമാനബോധം ഉണ്ടാവും. ക്രിസ്മസ് ആഘോഷിക്കുന്ന മറ്റു മതസ്ഥർ ക്രിസ്ത്യാനിറ്റിയെ നോക്കി കാണേണ്ടതും ആ ഒരു രീതിയിലാണ്. ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എപ്പോഴും പറയും, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ നവോത്ഥാനമൊക്കെ ആരാ കൊണ്ടുവന്നത്? ക്രൈസ്തവ മിഷണറിമാരാണ്. ബൈബിള് ഇവിടെ വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് നവോത്ഥാനം ഉണ്ടായിരുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവരെയും നോക്കിക്കാണാനായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ക്രൈസ്തവ ദർശനങ്ങൾ ഈ നാട്ടിലെത്തി എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ കേരളത്തിൽ കുറവാണെങ്കിൽ അതിൻ്റെ കാരണം ക്രൈസ്തവ സ്ഥാപനങ്ങൾ നൽകിയ സാർവത്രിക വിദ്യാഭ്യാസമാണ്. അവിടെയൊന്നും മതപരിവർത്തനത്തിനൊന്നും നമ്മളാരും പോയിട്ടില്ല. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ എത്രയോ മതസ്ഥർ പഠിക്കുന്നു, സന്തോഷമായിട്ട് പഠിക്കുന്നു. അവരെല്ലാവരും വളരെ സ്വാതന്ത്ര്യത്തോടെ പഠിക്കുന്നു, അവരുടെ കഴിവുകൾ വളർത്തുന്നു, അവർ തിരിച്ചു പോകുന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്ത്യാനിറ്റിയോട് പൊതുസമൂഹത്തിനുണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് മനുഷ്യൻ്റെ മഹാത്മ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും പ്രവർത്തിക്കുന്ന ഒരു സമൂഹവും ഒരു വിശ്വാസവുമാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് എല്ലാവർക്കും ആഘോഷിക്കാവുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഈ നമ്മളിന്ന് ക്രിസ്മസ് 2024 ആഘോഷിക്കുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ പല സ്ഥലത്തും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ചിലപ്പോഴൊക്കെ ചിലർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ക്രിസ്തീയ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ പലയിടത്തും ശ്രേഷ്ഠ പുരോഹിതർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണുന്നുമുണ്ട്. അതുപോലെ ഈശോ എന്നുള്ളൊരു നാമം ഉച്ചരിക്കുവാൻ തന്നെ ഭയപ്പെടുന്ന സ്ഥാപനങ്ങളുണ്ടെന്ന് അങ്ങ് തന്നെ പറയാറുണ്ട്. ഇതാ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാനുള്ളൊരു കാരണം നമുക്കിപ്പോൾ ഉത്തരേന്ത്യയിലെ ചില സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് അനുവാദമില്ല. ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ ക്രിസ്മസിന് പാതിരാ കുർബാന വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. അതെന്തിനാണ് മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നത്? ഇവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതിന് നമ്മൾ ഇതാരെയാണ് ഭയപ്പെടുത്തുന്നത്? ആരെയും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഓർക്കണം, ഇന്ത്യയിലെ ഇത്രയും നാളുകളായിട്ട് 2.3% ക്രിസ്ത്യാനികളേ ഉള്ളൂ. ഇവിടെ ആരെയും മാസ് കൺവേർഷന് നടത്തുന്നു, അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ വെറുതെ ഭയപ്പാടുകളുണ്ടാക്കി നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച്
ക്രൈസ്തവർക്ക് നേരെ ഒരു വിരുദ്ധമായ വികാരമൊക്കെ ജനിപ്പിച്ച് അങ്ങനെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ ഒത്തിരിയേറെയാണ്. ക്രൈസ്തവരുടെ ഒരു പ്രത്യേകത, അവർ പിന്നെ തിരിച്ചടിക്കാനൊന്നും അധികം പോകത്തില്ല. ഒരു സമാധാന പ്രേമികളായ മനുഷ്യർ, ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു പഠിക്കുന്ന മനുഷ്യർ, അവർ കൊല്ലാനും തല്ലാനും ഒന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ അവരെ ഭയപ്പെടുത്തുക അനാവശ്യമായിട്ട് അവരുടെ സ്ഥാപനങ്ങൾ. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെയുള്ള സിസ്റ്റേഴ്സ് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ എത്ര വലുതാണ്. അവർ ഡിസ്പെൻസറി തുടങ്ങി, അവർ സ്കൂൾ തുടങ്ങി, അവർ അനാഥാലയങ്ങൾ തുടങ്ങി. അതിനെയെല്ലാം കേവലം മതപരിവർത്തനം എന്നുള്ള ഒരൊറ്റ ലേബലിലേക്ക് അതിലേക്ക് ചുരുങ്ങുന്നുണ്ട്. കാര്യം മതപരിവർത്തനം വരുന്നത്. അതെ, അങ്ങനെ മാത്രം പറഞ്ഞ് അതിനെ കാണുക. നമുക്ക് സങ്കടം വരും. അത് നമ്മുടെയൊക്കെ സഹോദരിമാർ, നമ്മുടെയൊക്കെ വൈദികർ അവിടെ പോയി അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് അവരവിടെ ആരെയാണ് മതപരിവർത്തനം നടത്തിയത്? അവരെല്ലാം സമാധാനമായിട്ട് അവിടെ ജീവിച്ചു, അവർ പോകുന്നു. അവരുടെ സ്കൂളുകൾ, എത്രയോ സ്കൂളുകൾ നമ്മൾ നടത്തുന്നു. അവിടെ എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത്? ഇപ്പോൾ BJP-യുടെ ആണെങ്കിലും RSSൻ്റെ ആണെങ്കിലും ചില ഉന്നത നേതാക്കൾ പോലും ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണ് പഠിച്ചതെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അവിടെയൊന്നും മതപരിവർത്തനം ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളങ്ങളാണ് അത്. പക്ഷേ എങ്കിലും ഇങ്ങനെയൊരു ലേബൽ കൊണ്ടുവന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് അവിടെയും പറയാനുള്ള ക്രൈസ്തവ രാജ്യങ്ങളുടെ മാതൃക. ഇപ്പം അമേരിക്കയിൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും. അവിടെ ക്രിസ്ത്യാനികളുമുണ്ട്, അവിടെ ഹൈന്ദവരുടെ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. ആരും അതിനൊന്നും എതിര് പറയുന്നില്ല. മോസ്കുകളുണ്ട്. ക്രൈസ്തവ രാജ്യങ്ങൾ ഇതിനൊന്നും എതിര് പറയുന്നില്ല. നിങ്ങൾ ചെയ്തോ എന്ന് പറയും. ഇപ്പോൾ വത്തിക്കാനിൽ പോലും മോസ്കുണ്ട്, റോമിലെ പട്ടണത്തിലെ മോസ്കുണ്ട്. അവരത് അനുവദിച്ചിട്ടുണ്ട്. നമ്മളെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിയായിട്ട് മാറുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതാണ്. അനാവശ്യമായി ഭീഷണി ഉണ്ടാക്കി ഇവർ നമുക്ക് ഭീഷണിയാണെന്നുള്ള ഒരു പുകമറ സൃഷ്ടിച്ച് വെറുതെ ആൾക്കാരെ ഭിന്നിപ്പിക്കുന്ന എന്തിനാണ്? ഞാൻ ഓർക്കുന്നത്, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്തൊരു സൗഹൃദമായിരുന്നു. അന്ന് വേഷവിധാനങ്ങളിൽ പോലും വലിയ വ്യത്യാസങ്ങളില്ല. ഇന്നത്തെ കാലത്തെ അത്രയും വ്യത്യാസങ്ങൾ പോലും അന്നില്ല. അപ്പോൾ വലിയ സൗഹൃദത്തോടു കൂടി കഴിഞ്ഞിരുന്ന നാളുകൾ ഞാൻ ഓർക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ ചെറുതായിട്ടെങ്കിലും മാറിപ്പോകുന്നു എന്നുള്ളതിൽ ഒരു സങ്കടമുണ്ട്. പിതാവേ, അവിടെയാണ് ഞാൻ അടുത്ത് ചോദിക്കാനിരുന്നത്. കാര്യം ഇപ്പോൾ രണ്ട് വ്യക്തികൾ, ഇപ്പം ഞാനും പിതാവും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മളുണ്ടാകുന്ന വഴക്ക്, അല്ലെങ്കിൽ രണ്ട് മതങ്ങളുണ്ടാകുന്ന വഴക്ക്, അങ്ങനെ ഈ കലഹങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്, എന്തിനാണ്? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം മതപരിവർത്തനമൊക്കെ പറഞ്ഞപ്പോൾ പല പ്രശ്നങ്ങൾ പുറത്തു പറയുന്നു. പക്ഷേ രണ്ട് മതങ്ങൾ തമ്മിൽ കലഹമുണ്ടാകുന്നത്, രണ്ട് മതങ്ങളിലെ തന്നെ അവരിലകത്ത് തന്നെ കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കലഹം ഉണ്ടാകുന്നത്? അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഈ മതങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ കലഹം ഉണ്ടാകുന്നില്ല. കാരണം മതങ്ങളെല്ലാം തമ്മിൽ ഒരുപോലെ സമാധാനപരമായിട്ട് എക്സിസ്റ്റ് ചെയ്യാമെന്നുള്ളതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. മതങ്ങൾ തമ്മിലല്ല കലഹം. മതത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർ തമ്മിലാണ് കലഹം. ഇപ്പോൾ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് ചില വ്യക്തികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടായിരിക്കണം എന്നല്ലേ അവർക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കൂടെ നിർത്താനായിട്ട് ഇതര മതങ്ങളോടുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുക, ഭയപ്പെടുത്തുക, എന്നിട്ട് ആ വോട്ട് നേടുക, ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതൽ ഭയപ്പാടുകളുണ്ടാകുന്നത്. അതല്ലെങ്കിൽ മതങ്ങൾ തമ്മിലോ മതങ്ങൾക്കുള്ളിലോ അങ്ങനെ വലിയ വഴക്കുണ്ടാകും. കാരണം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സമാധാനമാണ്. എനിക്ക് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാം. ശത്രുവിനെ സ്നേഹിക്കണമെന്നും അവന് വേണ്ടി പോലും മരിക്കാൻ തയ്യാറാണോ എന്നും പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ഒരു തരത്തിലും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഈശോ മിശിഹായിലൂടെ ഒരക്രമത്തിൻ്റെ ഒരു വാക്യം പോലും നമ്മൾ കാണുന്നില്ല. മുഴുവൻ സ്നേഹമാണ്, പരമാവധി സ്നേഹത്തിൻ്റെ, മാക്സിമം സ്നേഹത്തിൻ്റെ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ആ വിശ്വാസമുള്ള ഒരു വ്യക്തിക്കും, ആ വിശ്വാസം ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ആരോടും കലഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ആ വിശ്വാസത്തിൻ്റെ കഴമ്പെല്ലാം മാറ്റിയിട്ട് ഇതിനെ ഒരു സാമുദായികമായ അല്ലെങ്കിൽ ഒരു വർഗീയമായ രീതിയിൽ മാത്രം കാണുകയും ആ വികാരങ്ങളെ ചൂഷണം ചെയ്താൽ എനിക്ക് ഗുണമുണ്ടാകുകയും എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോൾ ബോധപൂർവം ഞാൻ മതവികാരങ്ങളെ വർണ്ണപ്പെടുത്തുകയോ മതങ്ങൾ തമ്മിൽ സ്പർദ്ധ കൃത്രിമമായിട്ട് ജനിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അതിനെ ചൂഷണം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടാലേ വഴക്കുകളെല്ലാം തീരത്തുള്ളൂ. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം, രണ്ടും പ്രിഡോമിനൻ്റ്ലി ക്രിസ്ത്യൻ കൾച്ചറുള്ള രാജ്യങ്ങളാണ്.
അവർ നമ്മൾ എന്തിനാണ് യുദ്ധമെന്ന് പോലും നമ്മൾ ഒത്തിരി വായിച്ചിട്ടും പിടികിട്ടിയില്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് പുടിൻ സെലൻസ്കിയോട് യുദ്ധത്തിന് പോയത്. ഇവരൊരു പിടികിട്ടിയിട്ടില്ല. ഈ മറ്റേ എന്തെങ്കിലും കാരണം കാണുമല്ലോ, കാരണം അവരുടെ അതിർത്തി കൈയേറിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇതൊന്നുമില്ല. ചുമ്മാതെ വഴിയും സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു ജനത്തിൻ്റെ മേൽ ചുമ്മാ ബോംബിടുക. എന്തേരം പേരാണ് അവിടെ മരിച്ചത്, എന്തേരം പേരാണ് ഡിസ്പ്ലേസ്ഡ് ആയത്. അപ്പോൾ ഇത് എന്തെങ്കിലും ആരുടെയെങ്കിലും ഉള്ളിൽ ഒരു അനാവശ്യമായ സ്വാർത്ഥ വികാരം കയറി കാണും. ഇപ്പോൾ റഷ്യക്ക് ടെറിട്ടറിയുടെ കുറവില്ലല്ലോ, എന്തോ ഒരു വലിയ രാജ്യമാണ് റഷ്യ. അവർക്ക് കുറച്ചുകൂടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായി കാണും. അല്ലെ പിന്നെ എന്നത്തിനാണ് ഇങ്ങനെ പോകുന്നത്? അപ്പോൾ ഈ സ്വാർത്ഥത തലയിൽ കയറുമ്പോഴാണ് ഇവർ മതങ്ങളെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മതം വഴക്കിലും സമാധാനത്തിലും ഒന്നും കക്ഷിയാകേണ്ട കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും പിതാവെ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെ തീവ്രമായിട്ട് ചിന്തിച്ച് അതിനുവേണ്ടി പോരാടാൻ ശ്രമിക്കുന്നത്? അതും ഞാൻ പറയും, അവരവരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു മറുമരുന്നായിട്ട് അവരുടെ മതവിശ്വാസം മാറുകയാണ്. എൻ്റെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയെ മാറ്റാൻ എൻ്റെ മതം ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അത് ജെന്യുവിനായിട്ടുള്ള ഒരു വിശ്വാസമല്ലത്. എൻ്റെ വിശ്വാസം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവപുത്രനിലുള്ള വിശ്വാസമാണ്. അതിനകത്ത് എൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളോ എൻ്റെ ഇൻസെക്യൂരിറ്റിയോ ഒന്നും അതിനകത്ത് ഇഷ്യൂ അല്ല. എൻ്റെ ഇൻസെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചില പ്രത്യയ ശാസ്ത്രങ്ങളെയും വിശ്വാസങ്ങളെയും ഉപയോഗിക്കുമ്പോൾ അവിടെയാണ് ഈ വെറുപ്പും വിദ്വേഷവും എല്ലാം വരുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ സഭയ്ക്കെതിരെയോ സഭയുടെ മേലധ്യക്ഷന്മാർക്കെതിരെയോ സഭയിലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ കന്യാസ്ത്രീ അമ്മമാർക്കെതിരെയോ ഒക്കെ ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കും. അത് പിന്നീട് വലിയ വലിയ ഇതിലേക്ക് പോവുകയാണ്. അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളോ വാർത്തകളോ ഒക്കെ കേൾക്കുമ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തോന്നാറുള്ളത്? എനിക്ക് ഒത്തിരി ദുഃഖം തോന്നാറുണ്ട്. നമ്മുടെ സമൂഹം ഇത്രയും അങ്ങ് ഒരു നെഗറ്റീവ് മൈൻഡാണല്ലോ എന്നുള്ളൊരു ദുഃഖം തോന്നാറുണ്ട്. കാരണം ഈ സഭയുടെ നന്മകൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെ കന്യാസ്ത്രീകൾ അവർക്ക് എപ്പോഴും മാധ്യമങ്ങളിൽ വന്ന് മറുപടി പറയാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ നിയമങ്ങളും അവർ സ്വീകരിച്ചിരിക്കുന്ന വ്രതങ്ങളും എല്ലാം അതാണ്. അവർക്ക് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയാണ്. ആ നേരത്ത് അവർക്ക് ടി വിയിലെ ചർച്ച കാണാനായിട്ട് സമയമില്ല. പക്ഷേ അവർ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഈ കേരളത്തിൽ വേറെ ആരേറ്റെടുത്ത് ചെയ്യും? അപ്പോൾ അവരുടെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി എത്ര വർഷങ്ങളായിട്ട് ഈ കന്യാസ്ത്രീകൾ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഭിന്നശേഷിക്കാരായ മക്കൾ, തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ടാണ് തെരുവ് കുട്ടികൾ കേരളത്തിൽ ഇല്ലാതെ പോയത്? നമ്മുടെ സിസ്റ്റേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ബോയ്സ് ഹോമുകൾ, ഗേൾസ് ഹോമുകൾ, ജാതി മതഭേദമന്യേ എല്ലാവരെയും എടുത്ത് പഠിപ്പിച്ച് തിരിച്ചു കൊടുക്കുകയാണ് സമൂഹത്തിന് അവരെ. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട അപ്പന്മാർ അമ്മമാർക്ക് വേണ്ടിയുള്ള ഓൾഡ് ഏജ് ഹോമുകൾ, കാരുണ്യ ഭവനങ്ങൾ, അതുപോലെ ശാരീരിക മാനസിക വൈകല്യമുള്ള ആൾക്കാർക്കുള്ള ഭവനങ്ങൾ. ഇത് നമ്മുടെ സിസ്റ്റേഴ്സിനല്ലാതെ വേറെ ആർക്കാ ചെയ്യാൻ പറ്റുന്നത്? അവരെയൊക്കെ നമ്മൾ പാദം തൊട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇത്രയും ഇതിന് പുറകെ നടക്കുന്നത്? വലിയ ആദരണീയനായിട്ട് നമ്മൾ കരുതേണ്ട ന്യൂസ് ആങ്കർമാരൊക്കെ ഇങ്ങനെയുള്ള നിസ്സാരമായ നെഗറ്റീവ് കാര്യങ്ങളുടെ പിന്നാലെ പോയി സഭയെ കണ്ടമാനം അങ്ങ് പ്രതികൂട്ടി നിർത്തുക. പക്ഷേ നിങ്ങൾക്കറിയാം, നമ്മുടെ കന്യാസ്ത്രീകളുടെ ഭരണ സംവിധാനം അവർക്ക് അവരുടേതായ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ഉണ്ട്, അവരുടേതായ ഭരണ സംവിധാനമുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വന്നത്. എനിക്ക് തോന്നുന്നു നന്മയുടെ സംസ്കാരം വിളമ്പുന്ന ഒരു വലിയ ഒരു ആത്മീയ അല്ലെങ്കിൽ ദൈവ എന്താ പറയുക, നമുക്ക് കിട്ടിയ വലിയൊരു വരദാനാണ് ഫ്രാൻസിസ് പാപ്പ. കാര്യം പല വിഷയങ്ങളും ഇപ്പം യുദ്ധത്തിൻ്റെ കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളാവട്ടെ, എന്ത് കാര്യത്തിലും പാപ്പയുടേതായിട്ടുള്ള വളരെ സാമൂഹികമായിട്ടുള്ള പാപ്പയുടെ തീരുമാനങ്ങളുണ്ട്. അക്കാര്യത്തിൽ തന്നെ ഈ ക്രിസ്മസിന് തൊട്ട് മുമ്പ് ഏറ്റവും സന്തോഷം നൽകിയൊരു കാര്യമാണ് ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്കറിയാം സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വത്തിക്കാനിൽ വെച്ച് ഒരു സമ്മേളനം കൊണ്ടുപോയി. പാപ്പ അതിലുണ്ടായിരുന്നു. ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ പിതാവിന് എന്താ തോന്നാറുണ്ട്? പരിശുദ്ധ പിതാവ് നാം സഹോദരർ ഫ്രത്തേലി തൂത്തി എന്ന് പറഞ്ഞ ഒരു ചാക്രിക ലേഖനം ഇറക്കിയിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിശ്വസാഹോദര്യത്തിൻ്റെ ദർശനം, അതായത് ബൈബിളിൻ്റെ ദർശനം വിശ്വസാഹോദര്യത്തിൻ്റെതാണ്. കാരണം നമ്മുടെ കർത്താവ് ആരെയും ഒഴിവാക്കിയില്ല. പാപികളെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയവർ, സമൂഹം മാറ്റി നിർത്തിയവർ, കുഷ്ഠരോഗികൾ, ഇങ്ങനെ അസ്പൃശ്യത കൽപ്പിച്ചിരുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചു കർത്താവ്. അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഇതാണ് ക്രൈസ്തവ വിശ്വാസമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പിതാവാണ് ഫ്രാൻസിസ് പാപ്പ. അതുകൊണ്ട് തന്നെ ഈ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ആലുവായിൽ നടത്തിയ സർവ്വമത സമ്മേളനത്തിന് 100 വർഷം പൂർത്തിയാകുന്നു, ശതാബ്ദി വർഷം. അവർ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ പല മേഖലകളിൽ
അവർ ഈ വാർഷികം ആഘോഷിക്കുന്നത്. അപ്പോൾ അവർ ആഗ്രഹിച്ച് റോമിലും ഒരെണ്ണം ആചരിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവരെ ക്ഷണിച്ചു. അവരവിടെ ചെന്നു. 150ഓളം പേര്. സ്വാമി സച്ചിദാനന്ദയെ ഞാൻ കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ പോയി സന്ദർശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ആൾക്കാർ പോയി. പരിശുദ്ധ പിതാവ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വത്തിക്കാനിൻ്റെ ഔദ്യോഗിക പത്രമായ ഒസർവത്തോറെ റൊമാനോ ഒരു ഫുൾ പേജ് കവറേജ് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെക്കുറിച്ച് കൊടുത്തു. വത്തിക്കാൻ്റെ ഔദ്യോഗിക പത്രത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഒരു ഫുൾ പേജ് കവറേജ് കൊടുത്തു. അതൊക്കെ നമുക്ക് അഭിമാനമാണ്. അപ്പോൾ എന്നോട് സ്വാമി തന്നെ പറയുകയായിരുന്നു, നമ്മൾ ഗുരുദേവൻ ശ്രീനാരായണ ഗുരു അദ്ദേഹം മതങ്ങൾക്ക് അതീതനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ നമ്മളൊരു സമുദായത്തിൻ്റെ മാത്രം ആളാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ പാപ്പരത്വമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ദർശനങ്ങളെ ആദരിക്കാനായിട്ട് കത്തോലിക്ക സഭ തയ്യാറായി എന്നുള്ളത് അഭിമാനകരമാണ്. ക്രിസ്തുവിൻ്റെ വികാരി എന്ന് മാപ്പാപ്പ തിരുമേനിയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ക്രൈസ്തവ വിശ്വാസം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ് ഈശോ മിശിഹ. പക്ഷേ ആ വ്യക്തിക്ക് 33 വർഷത്തെ ആയുസ്സല്ല ഉള്ളത്. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന് പുൽക്കൂട്ടിൽ തുടങ്ങി കാൽവരിയിൽ അവസാനിക്കുന്ന 33 വർഷത്തെ ആയുസ്സേ കൊടുത്തിട്ടുള്ളൂ. അവിടുന്ന് അനാദി മുതലേ ഉള്ള പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനാണ്. അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതാണ് ഈ ഈശോ മിശിഹ എന്ന വ്യക്തിയിൽ. അവിടുന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി സ്വയം യാഗമായി. പിന്നീട് മൂന്നാമത്തെ ഘട്ടമാണ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വീണ്ടും ഉപവിഷ്ടനായി. നാലാമതൊരു ഘട്ടമുണ്ട്. പന്തക്കുസ്താ ദിനത്തിൽ അവിടുന്ന് പുതിയൊരു ശരീരമെടുത്തു. ആ ശരീരത്തിൻ്റെ പേരാണ് സഭ. അപ്പോൾ പൗലോസ് ശ്ലീഹ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, സഭ കർത്താവിൻ്റെ ശരീരമാണ്, നിങ്ങൾ അവയവങ്ങളാണ്, ശിരസ്സോ അവനാണ്. ക്രിസ്തുവാണ് ശിരസ്, അവയവങ്ങൾ നിങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീസസ് ഈസ് കണ്ടിന്യൂയിങ് ഇൻ ഹിസ്റ്ററി. ഈശോ ചരിത്രത്തിൽ തുടരുകയാണ്. അപ്പോൾ ദൃശ്യമായ രീതിയിൽ ഈശോയെ എങ്ങനെ നമുക്ക് അനുഭവിക്കാം? കൂദാശകളിലൂടെ തൊട്ടറിയാം. അപ്പോൾ ഈശോ ഈ സഭയെ നയിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ വികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിനിധി എന്നാണ് അർത്ഥം, അല്ലാതെ അധികാരി എന്നല്ല. ഇപ്പം ആ രീതിയിൽ വരുന്നുണ്ട് ഇൻ്റർപ്രിട്ടേഷൻ. വികാരി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അധികാരി അല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വികാരിയാണ് മാർപ്പാപ്പ. ക്രിസ്തുവിനെ ഈ ലോകത്ത് അതുകൊണ്ടാണ് മാർപ്പാപ്പായുടെ പ്രബോധനങ്ങൾ കത്തോലിക്കർ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളായി ഇന്നത്തെ കാലത്ത് സ്വീകരിക്കുന്നത്. ക്രിസ്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ വികാരി കാലഘട്ടത്തിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് ഈശോ മിശിഹ പറഞ്ഞതായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് അവിടുത്തെ പ്രതിനിധിയായിട്ടാണ്. ഈ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ മിശിഹായുടെ പ്രതിനിധിയായി അപ്പസ്തോല സംഘത്തിൻ്റെ നേതാവായിട്ട് നിൽക്കുന്നു, പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ അപ്പസ്തോല സംഘത്തിൻ്റെ പ്രതിനിധികളാണ് മെത്രാന്മാർ. അവരുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ് വൈദികർ. ഇങ്ങനെ ഒരു ഘടനയാണ് സഭയ്ക്കുള്ളത്. നമ്മളിലേക്ക് വരുമ്പോൾ ഈ മലബാർ സഭ ഇപ്പം അഭിമുഖീകരിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഈ ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ രീതികളിലല്ലേ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അതിനെ എങ്ങനെ പിതാവെ നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും? സീറോ മലബാർ സഭയിലെ പ്രശ്നം ആരാധനാക്രമ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആരാധനാക്രമമല്ല. ആരാധനാക്രമമായിരുന്നെങ്കിൽ എല്ലാ രൂപതകളിലും കലഹം ഉണ്ടായില്ലല്ലോ. ഒരേ ഒരു രൂപതയിൽ മാത്രമല്ലേ പ്രശ്നം ഉണ്ടായുള്ളൂ. അത് ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല. അത് വിധേയപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗം വൈദികരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം സംഘടനകളും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രോബ്ലമാണ്. അതിൽ ആ ജനവിഭാഗത്തെ അവർ ബന്ദികളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ജനത്തിനെ കുർബാന ഏത് രീതിയിലാണെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ആ അതിരൂപതയിലുണ്ട്. പിതാവ് അറിയാം, സീറോ മലബാർ സഭയുടെ കുർബാന അത് വളരെ മനോഹരമായ ഗാനങ്ങളാൽ ചിട്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഭാരതീയ സംഗീതവുമായിട്ട് ഏറ്റവും ഇടചേർന്ന കുർബാന പാരമ്പര്യമുള്ളതാണ് സീറോ മലബാർ സഭ. എല്ലാവരും ഏത് വിശ്വാസികളാകട്ടെ, നമ്മൾ ഏത് മതമാകട്ടെ, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ക്രിസ്മസ് വന്നു, അപ്പോൾ ക്രിസ്മസിന് പാട്ടുകളാണ്, കരോൾ സംഗീതമൊക്കെയാണ്. ഒരു പാട്ട് പിതാവിൻ്റെ ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ 4 വരി ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരണം. പിതാവ് പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയില്ല, പിതാവ് നല്ലൊരു ഗായകൻ കൂടി ആയിരിക്കും, ഒരു സംശയം വേണ്ട. കാര്യം വൈദികനാവുന്ന സമയത്ത് സെമിനാരി പഠനകാലത്ത് സംഗീതം ഒരു വിഷയമാണല്ലോ, അല്ലേ?
തീർച്ചയായിട്ടും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ള പാട്ട് തന്നെ അങ്ങ് പാടാം അല്ലേ? അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. താങ്ക് യു അച്ഛാ. പിതാവ് നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ്. എനിക്കറിയാം. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുമേനി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ക്രിസ്തോസ് മരിയ മെത്രാപ്പൊലീത്തയാണെന്ന് പറയാം. കാര്യം നർമ്മം പിതാവിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. നമ്മൾ എത്ര കേട്ടാലും എത്ര ഇരുന്നാലും മടുക്കൂല. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നർമ്മം ചാലിച്ച ഇ കെ നായനാർ സഖാവിൻ്റെ പ്രസംഗം, അതുപോലെ അബ്ദുൽ സമദാനി MP അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഈ പ്രസംഗം കേൾക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറയിലെ ആരെ സംബന്ധിച്ചാലും ഒരു പരിധി കൂടെ പ്രസംഗം കേൾക്കാൻ പറ്റൂല. ഒരു പരിധി കൂടെ ആര് പ്രസംഗിച്ചാലും ഉടനെ കോട്ടുവായിടും, നിർത്തും. എങ്ങനെയാലും നിർത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കും. മാപ്പാപ്പ തിരുവനെ തന്നെ പറഞ്ഞിട്ടുണ്ട് 8 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കരുതെന്ന്. പക്ഷെ പിതാവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസംഗം രീതി കണ്ടെത്തിയത്? അതിൻ്റെ പ്രധാന പുസ്തകങ്ങളിൽ ഒഴുകുന്ന ഒരാളാണ് അങ്ങനെ അറിയാം. എങ്ങനെയാണ് അതിൻ്റെ അതൊരു വലിയ ചോദ്യമാണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരവില്ല. ഞാനും ഏറ്റവും ഹ്രസ്വമായ പ്രസംഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുർബാനയ്ക്കിടയ്ക്കൊക്കെ 10 മിനിറ്റ് 12 മിനിറ്റ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാറുണ്ട്. കാരണം ജനം അതിൽ കൂടുതൽ അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചിലയിടങ്ങളിൽ കൺവെൻഷന് ചെല്ലുമ്പോൾ 1 മണിക്കൂർ പ്രസംഗം വേണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോഴാണ് കൂടുക. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, ഞാനൊരു വലിയ പ്രസംഗ ശൈലി ഘോരം പ്രസംഗിക്കുക എന്നുള്ളതിനേക്കാളും ഒരു സംഭാഷണത്തിന്റെ ശൈലിയാണ് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം സംസാരിക്കുമ്പോഴും ഒരു സാധാരണ നേരത്തെ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ഒരു സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ചില പിതാക്കന്മാരെ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടോണിൽ അങ്ങനെയൊക്കെ ടോണിലാക്കി. പക്ഷെ തിരുവനന്തപുരം സംസാരിക്കും വളരെ വളരെ കാഷ്വലായിട്ടാണ്. ഒരു സംഭാഷണം പോലെ സംസാരിക്കാൻ, പ്രഭാഷണം നടത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സംഭാഷണം പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോരോ കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ വരും. അതെല്ലാം കൂട്ടി പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കും, അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിലെനിക്ക് തോന്നുന്നു എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ്, ഞാൻ സൈക്കോളജി പഠിച്ച് ഒരു 6 വർഷത്തോളം ആലപ്പുഴയിലെ ധനഹാലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൗൺസിലിംഗ് മിനിസ്ട്രിയിലുണ്ടായിരുന്നു, ഫാമിലി കൗൺസിലിംഗ്. ഞാൻ കേട്ടിട്ടുണ്ട് പിതാവിന് ഇൻ്റർവ്യൂ കേട്ട ഏറ്റവും ഇഷ്ടമുള്ളൊരു മേഖല അത് തന്നെയായിരുന്നു എന്ന് ഞാൻ പറയും. അപ്പോൾ അന്ന് സാധാരണ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, വേദനകൾ, അവൻ്റെ ആശങ്കകൾ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒത്തിരിയേറെ ആ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ എൻ്റെ മുമ്പിലൂടെ കടന്നുപോയ ഒത്തിരി മനുഷ്യരെ ആദരവോടെ നോക്കിക്കണ്ട മനുഷ്യനാണ്. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യരെ കണ്ടു. പ്രത്യേകിച്ച് ഞാൻ അത്രയും നാൾ ഓർത്തുകൊണ്ടിരുന്ന ഈ ബ്രഹ്മചാരികളൊക്കെയാണ് വലിയ ത്യാഗം ചെയ്യുന്നവരെന്നാണ്. ഇപ്പം ഞാൻ പറയാം, അല്ല, കുടുംബജീവിതക്കാരാണ്. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ എത്രയോ കഷ്ടപ്പെടുന്നു, മക്കളെ വളർത്താൻ. അതാണ് അടുത്ത ചോദ്യം. ഈ കുഞ്ഞിലെ തന്നെ ജോസഫ് അച്ചാൻ്റെയും മറിയാമ്മച്ചിയുടെയും മകനായിട്ട് 7 മക്കളിൽ ഇളയ മകനായിട്ട് ജനിച്ചപ്പോൾ ഈ പണ്ട് തൊട്ടേ വൈദിക ജീവിതം സ്വപ്നം കണ്ടിരുന്നു എന്ന് ഒരു പൗരോഹിത്യം സ്വപ്നം കണ്ടിരുന്നു. കല്യാണം കഴിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു കല്യാണം കഴിക്കുന്നവരാണ് ഏറ്റവും മുതിർന്നത്. അപ്പം എങ്ങനെയായിരുന്നു അതിലേക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു കാര്യം? അത് ചോദിക്കാൻ കാര്യം, 2025 ജനുവരി 1 ആകുമ്പോൾ പിതാവ് 25 വർഷമായി പൂർത്തിയാവും. 2000 ജനുവരി 1 വിജയകരമായി പൂർത്തിയാക്കിയാണ്. അതിൽ കുറച്ച് വർഷങ്ങളെ ഇടവകയിലിരിക്കാൻ പറ്റിയുള്ളൂ. പിന്നെ കുറേ 7 വർഷം പഠനത്തിന് പോയി, പിന്നെ പഠിപ്പീരും കൗൺസിലിംഗും എല്ലാമായി. പിന്നെ വളരെ പെട്ടെന്ന് മെത്രാനായി. ഏതായാലും ഇവിടം വരെ എത്തി. അൾത്താരയോടുള്ളൊരു ബന്ധം, ചെറുപ്പത്തിലെ കുർബാനയ്ക്ക് കൂടാൻ പോകുമായിരുന്നു. പിന്നെ അന്ന് കുറച്ചും കൂടെ ആത്മീയ അന്തരീക്ഷമുള്ള കുടുംബങ്ങളാണല്ലോ നമുക്ക്. മാതാപിതാക്കൾക്കൊക്കെ നിർബന്ധമുണ്ട് പള്ളിയിൽ പോകണം. അപ്പോൾ അങ്ങനെ കുർബാനയ്ക്ക് കൂടാൻ പോയി. അൾത്താരയോട് വലിയ സ്നേഹം, അൾത്താരയിൽ കയറുന്നത് വലിയൊരു ദാഹമായിട്ട് മാറി. അതായിരിക്കാം പിന്നീട് ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക്. ഞാൻ മറ്റു പല ജീവിത രീതികളും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളാണ്. ഇടയ്ക്ക് വൈദിക ജീവിതം പറ്റുമെന്ന് സംശയിച്ച് ചെറിയൊരു ഇടവേളയൊക്കെ എടുത്തതാണ്. പക്ഷേ വീണ്ടും ഇത് തന്നെ, ഈ ബലിപീഠം തന്നെ എന്നെ ആകർഷിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവം. അതുകൊണ്ട് ഒത്തിരി സംശയിച്ച് വൈദികനായ ഒരാളാണ് ഞാനെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷേ വൈദികനായി കഴിഞ്ഞപ്പോൾ പിന്നെ സംശയങ്ങളൊക്കെ മാറി. അതാണ് എൻ്റെ ഒരു അനുഭവം. അല്ല, അപ്പം അച്ഛനും അമ്മയും ആയിരുന്നോ ഫുൾ മകനോട് ഇത് മോനെ
എൻ്റെ ഫാദർ എനിക്ക് 4.5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. പിന്നെ അമ്മയേ ഉള്ളൂ. അമ്മ അങ്ങനെ അച്ഛനാകണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആയിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. സഹോദരങ്ങൾ ഒട്ടും പറഞ്ഞിട്ടില്ല. അവർക്കിപ്പോഴും അത്ഭുതമാണെന്ന് തോന്നി ഈ സംഭവിച്ചതെല്ലാം കണ്ടിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇടവകയിലുള്ള എൻ്റെ ഒരു ജീവിതവും പിന്നെ സൺഡേ സ്കൂള്, മിഷൻ ലീഗ്, അങ്ങനെയുള്ള സംഘടനകൾ, പിന്നെ വൈദികരോടുള്ള ഒരു നല്ല ബന്ധം, പിന്നെ അഭിമന്യ പൗത്തിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷനായിരിക്കും ആയിട്ട് വരുന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെയാണ്. പിതാവിൻ്റെ കൂടെ കുർബാനയ്ക്ക് കൂടാൻ ഞങ്ങൾ സീനിയേഴ്സാണ്. എനിക്ക് അന്ന് ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സീനിയർ കുർബാനയ്ക്കൊക്കെ കൂടാനായിട്ട് പോകും. പിന്നെ പിതാവുമായിട്ടുള്ള ഒരു അടുപ്പവും ഒരു സൗഹൃദവും അതുമൊക്കെ ഒത്തിരി സഹായിച്ചു. അത് വലിയൊരു നിമിത്തമാണെന്ന് തോന്നുന്നു. കാര്യം പിതാവ് ഇരുന്ന അതേ സ്ഥാനത്ത് അങ്ങ് വരിക, അവരോധിക്കപ്പെടുക. അത് വലിയ ഒരു കാര്യം. പിതാവിന്റെ വലിയൊരു അനുഗ്രഹവും പിതാവിനുണ്ട്. മാത്രമല്ല അമ്മയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. പിതാവിന്റെ വലിയൊരു നടനൊക്കെ ആയിരുന്നു. നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ബൈബിൾ നാടകങ്ങളൊക്കെ കളിച്ചു. പ്രധാനമായിട്ടുള്ള വേഷം എന്താണ്? കർത്താവിന്റെ വേഷമാണോ? എനിക്ക് തോന്നുന്നു മോശയുടെ വേഷത്തിനാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. മോശയുടെ വേഷത്തിന് അത് കൊള്ളാം. ഞങ്ങൾക്കൊരു ജോസഫ് പാനാടൻ സാറുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ. അദ്ദേഹം കൊച്ചു ബൈബിൾ നാടകങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച് അരങ്ങേറ്റമൊക്കെ നടത്തും. അപ്പോൾ ഞങ്ങൾക്ക് 3 വർഷവും സമ്മാനം കിട്ടി. അതിരൂപതാ തലത്തിൽ ഫസ്റ്റൊക്കെ കിട്ടി നാടകത്തിൽ. ഒരു വർഷം എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അത് മോശയ്ക്കായിരുന്നോ? അത് മോശയാണോ അതോ ജഫ്തായായിരുന്നോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ജഫ്ത എന്ന് പറയുന്ന രാജാവിൻ്റെ വേഷത്തിനായിരുന്നു എന്ന് ചെറിയ സംശയമുണ്ട്. ഏതായാലും അത് നല്ലൊരു കാലമായിരുന്നു. സിനിമയെ കാണാൻ പോകുമായിരുന്നു അന്ന്? സിനിമ കാണാൻ പോകുമായിരുന്നു തീർച്ചയായിട്ടും. ആണ്. അടുത്തൊരു ഫാൻസിന്റെ അടിയുണ്ടാകും, ഏത് ഇഷ്ടപ്പെട്ട നടൻ ആരാണ് എന്നുള്ള ചോദ്യം. ഞാൻ പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം കൊച്ചിൻ ഹനീഫയായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു സ്വഭാവ നടൻ എന്ന് പറഞ്ഞാൽ ഏത് റോളും സീരിയസും അതേസമയം ഹാസ്യ കഥാപാത്രങ്ങൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതിന്. അതായത് വളരെ പെട്ടെന്ന് മരിച്ചുപോയി, വളരെ പെട്ടെന്ന് തന്നെ. മാത്രമല്ല അദ്ദേഹം സംവിധായകനായിരുന്നു. വാത്സല്യം എന്ന പടം പിതാവ് മനസ്സിലായി. വളരെ കുടുംബത്തിന് വളരെ ഇതാണ് നമുക്കൊരു പടം. അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിനയം കാണാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. പിതാവിന് ഒരു ക്രിസ്മസ് അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്രിസ്മസ് അനുഭവം, എൻ്റെ ചെറുപ്പത്തിലെ ഒരു അനുഭവം ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത്, ഞാൻ 6ാം ക്ലാസ്സിലോ 7ലോ ഒക്കെ പഠിക്കും. അന്ന് മിഷൻ ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്ലാൻ ഇട്ടു. അന്ന് ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചഭക്ഷണം കൊടുക്കാം ഈ കോളനികളിലെല്ലാം കൊണ്ടുപോയി. അന്ന് കോളനികളൊക്കെ ഉണ്ട്, റെയിൽവേ കോളനിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ അന്ന് ക്രിസ്മസിന് അന്ന് വളരെ എല്ലാവരും ചെറിയ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ പിള്ളേർ വളരെ എൻഗേജ്ഡ് ആയിരുന്നു. വീടാന്തരം കയറി ഇറങ്ങി ഭക്ഷണപ്പൊതികൾ സമാഹരിച്ച്. അപ്പോൾ അന്ന് എനിക്ക് ഒത്തിരി സന്തോഷം. അന്ന് ഞങ്ങളുടെ വികാരിച്ചൻ ജോർജ് ശ്രാമ്പിക്കലച്ചനാണ്. അച്ഛനും വന്ന് ഞങ്ങളുടെ കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ 5-6 പിള്ളേർ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അച്ഛനും ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ ആ കോളനികളിലെല്ലാം നടന്ന് ഭക്ഷണം കൊടുത്ത ഒരു സന്തോഷകരമായൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്നും ഈ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത് എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് അതെന്നും ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് ക്രിസ്മസ് എങ്ങനെ ആയിരിക്കണം ആ ഒരു സന്ദേശം കൂടി. എനിക്ക് പറയാനുള്ളത്, ക്രിസ്മസിൽ നമ്മളാരും വഴക്ക് പിടിക്കരുത്. ഒരു ചിരിക്കണം. അതെ, ചിരിക്കണം, സന്തോഷമായിരിക്കണം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം. പിന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ഭാര്യ ഭർത്താവിനെക്കുറിച്ച് പറയണം, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയണം, മക്കൾ മാതാപിതാക്കളെക്കുറിച്ച് പറയണം, മാതാപിതാക്കൾ മക്കളെക്കുറിച്ച്. ഒരു നല്ല കാര്യം പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ പറയാനുള്ളൂ ക്രിസ്മസിനെ കുറിച്ച്. തൊട്ടപ്പുറത്ത് പുതുവത്സരം കൂടെ ആവുകയാണ്. തീർച്ചയായിട്ടും പുതുവത്സരവും നമുക്ക് പ്രത്യാശയുടേതാണല്ലോ. ഈ വർഷം ഈശോയുടെ മനുഷ്യാവതാരത്തിന് 2025 വർഷം ആചരിക്കുകയാണ്. അപ്പോൾ മഹാജൂബിലി വർഷമാണ്. അപ്പോൾ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് തന്നിരിക്കുന്ന സന്ദേശം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ്. നമ്മളെല്ലാം പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. അപ്പോൾ പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നല്ല ശുഭകരമായ ഒരു ജീവിതം. ഇപ്പോഴും തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സന്തോഷം ഇരട്ടിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. തീർച്ചയായിട്ടും പിതാവിനും തിരിച്ചതുപോലെ പിതാവ് പുതിയ
സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് എല്ലാ ചൈതന്യവും പിതാവിൽ നിന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങയുടെ പ്രവർത്തനങ്ങൾ മൂലം എല്ലാ നന്മകളും ഭവിക്കട്ടെ എന്നുള്ളൊരു ആശംസയോട് കൂടി വയ്ക്കുകയാണ്. ഈ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ കൂടി പിതാവിന് നേരുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടെ ഒന്ന് നേരാമോ അവസാനമായിട്ട്? എല്ലാവർക്കും കൗമുദി TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷപൂർവ്വം ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ, ജീവിതം നിറയെ സന്തോഷം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി പിതാവേ.